സാധാരണയെന്നൊക്കെ വ്യത്യാസമായിട്ട് നമുക്ക് IELTSന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള 2-3 യൂട്യൂബ് ചാനലുകളെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. IELTS പഠിച്ചപ്പോൾ എനിക്കറിയാം അത്യാവശ്യം ടെൻഷനുള്ള കാര്യം തന്നെയാണ് IELTS. അപ്പോൾ അതിന് എനിക്കന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് യൂട്യൂബ് ചാനലുകളുടെ പേര് ഞാനിവിടെ പറയാം. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, ഞാൻ പാസ്സായിട്ടുണ്ടെങ്കിൽ മിക്കവർക്കും പാസ്സാവാൻ പറ്റും. ക്ലാസ്സിൽ പോയാലും അവർക്ക് പറഞ്ഞു തന്നെ ഒരു ലിമിറ്റ് ഉണ്ട്. ബാക്കിയെല്ലാം ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. സെൽഫായിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പറയാൻ പോകുന്നത് റൈറ്റിങ്ങിന് ഈസി ആയിട്ട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂട്യൂബ് ചാനലിനെ പറ്റിയിട്ടാണ്. എനിക്ക് ഹൈ ബാൻഡ് കിട്ടിയത് റൈറ്റിങ്ങിനാണ്. അപ്പോൾ അതെങ്ങനെ കിട്ടിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഹെൽപ്പാണ്. പിന്നെ ഒരു 25% ഞാൻ ഡിപ്പെൻഡ് ചെയ്ത് ഈ യൂട്യൂബ് ചാനലിലാണ്. ഗ്ലോബൽ മല്ലു എന്നാണ് ഈ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അതിൽ ഒരൊറ്റ വീഡിയോ ഉണ്ട്, ഒരു 45 മിനിറ്റ് ഏകദേശം വരും. ആ ഒരു വീഡിയോ കണ്ടാൽ മാത്രം മതി റൈറ്റിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാൻ പറ്റും. വേറൊരു കാര്യം പറയാനുള്ളത്, റൈറ്റിംഗ് പല ടൈപ്പ് ഉണ്ടെങ്കിൽ പോലും നമ്മളതിൻ്റെ സ്ട്രക്ചർ കാണാപ്പാഠം പഠിച്ചു വയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. അതിനുശേഷം ഈ യൂട്യൂബ് ചാനൽ ഒന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ക്ലിയർ ആവും റൈറ്റിംഗ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത്. അപ്പോൾ റൈറ്റിങ്ങിൻ്റെ കാര്യം ഓക്കെ. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിസണിങ് ആണ്. ലിസണിങ് ചെയ്യാനായിട്ട് നമുക്ക് ഈ കുറേ മെറ്റീരിയൽ കിട്ടും. അതും ഈ യൂട്യൂബ് ചാനലിൽ അല്ലെങ്കിൽ ഈ യൂട്യൂബിൽ ഇത് ഇങ്ങനെ സെർച്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ കേംബ്രിഡ്ജ് 1 ലിസണിങ് 1 എന്നൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ ഒരുപാട് മെറ്റീരിയൽ വരും. അത് നമ്മൾ ഹെഡ്ഫോൺ വെച്ചിട്ട് നമുക്ക് ലിസൺ ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് ആൻസർ കീ ആ വീഡിയോയുടെ ഏറ്റവും എൻഡിങ്ങിൽ കാണുന്നതാണ്. അത് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാം. അപ്പോൾ ലിസണിങ് നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കും. അപ്പം ഇനി നമുക്ക് വേണ്ടത് സ്പീക്കിംഗ് ആണ്. സ്പീക്കിങ്ങിൻ്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് 2 ചാനലുകളുണ്ട്. ആസാദ് യാക്കൂബ് എന്നും പറഞ്ഞൊരു ചാനലുണ്ട്. ആ ചാനലിൽ ആള് ഒരു സെന്റർ നടത്തുന്നതാണ്. അവിടെ സ്റ്റുഡൻസ് ആയിട്ടുള്ള സ്പീക്കിംഗ് ആണ്. വന്നാൽ പോലും അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ട് നമ്മൾ ആ ഒരു കറക്ഷനൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ തന്നെ ശ്രമിക്കുക. അത് കഴിഞ്ഞ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആള് ചോദിച്ചു കഴിയുമ്പോൾ പൗസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആൻസർ പറയാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് ആ സ്റ്റുഡൻറ് എന്താണ് പറയുന്നത്, അങ്ങനെ നമുക്ക് സ്പീക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓപ്പോസിറ്റ് സ്പീക്ക് ചെയ്യാനായിട്ട് ഒരാളില്ലെങ്കിൽ പോലും. അപ്പോൾ അടുത്ത ചാനലിന്റെ പേര് എന്ന് പറഞ്ഞാൽ സപ്ന തനേജ എന്നാണ്. അതും ഇതേപോലെ തന്നെയാണ്. സ്പീക്ക് ചെയ്യാനായിട്ട് ഓരോ സ്റ്റുഡൻസിന്റെ അടുത്ത് സ്പീക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സപ്ന തനേജ ചാനലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്പീക്കിംഗ് കഴിയുമ്പോൾ ഒരു ബാൻഡ് സ്കോർ ഇട്ട് കൊടുക്കും. ആ ഒരു ബാൻഡ് സ്കോർ ഇടുമ്പോൾ നമുക്ക് ഏകദേശം എത്ര ലെവലിൽ സ്പീക്ക് ചെയ്യണം എന്നുള്ളതും മനസ്സിലാവും. പിന്നെ അതുമല്ല, ആദ്യം പറഞ്ഞ പോലെ തന്നെ കൂടെ സ്പീക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി കറക്ഷനൊക്കെ നമ്മുടെ സ്പീക്കിങ്ങിൽ തന്നെ ചെയ്യാൻ സാധിക്കും. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീഡിംഗ് ആണ്. റീഡിങ് മിക്കവർക്കും ഇച്ചിരി ടഫായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് എൻ്റെ കാര്യത്തിലും ഏറ്റവും ടഫ് തന്നെയായിരുന്നു. ഏറ്റവും ലോ ബാൻഡ് സ്കോർ കിട്ടിയത് റീഡിങ്ങിന് തന്നെയാണ്. അത് അത്യാവശ്യം ബുക്സ് ഒക്കെ റീഡ് ചെയ്യുന്നവർക്ക് വളരെ എളുപ്പമായിരിക്കും. പിന്നെ ഇവിടെ എൻ്റെ ബ്രദറിൻ്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. ആ ഒരു ബുക്ക് ഞാൻ വായിച്ചു. എനിക്ക് ഭയങ്കര ബോറടിച്ചു. എന്നാൽ പോലും ഞാനിരുന്ന് കുറേ മാക്സിമം ബോറടിച്ചാൽ പോലും ഇങ്ങനെ റീഡിങ് ഒരു ഇൻട്രസ്റ്റിംഗ് ആക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വായിച്ചു. ആദ്യമൊക്കെ റീഡ് ചെയ്യാൻ നേരത്ത് എനിക്ക് ഒന്നും മനസ്സിലാവുണ്ടായില്ല. ഒന്നും പറഞ്ഞാൽ ഒന്നും മനസ്സിലാവുണ്ടായില്ല. പക്ഷേ നമ്മൾ ഈ ഒരു ഇൻട്രസ്റ്റ് ഇട്ടിട്ട് ഇരുന്ന് വായിച്ചു കഴിഞ്ഞാൽ ഡെയിലി രാവിലെയും വൈകുന്നേരം ഓരോ റീഡിങ് വെച്ച് വായിച്ചാൽ തന്നെ നമുക്കൊരു ഇൻട്രസ്റ്റ് ആവും, കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഇൻട്രസ്റ്റ് വരും റീഡിങ് ചെയ്യാനായിട്ട്. അങ്ങനെയാണ് എനിക്ക് പാസ്സാവാൻ സാധിച്ചതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ റീഡിങ്ങിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസാദ് യാക്കൂബ് തന്നെയാണ്. ആള് കുറേ ടിപ്സൊക്കെ പറയുന്നുണ്ട്. അതായത് ജനറലി എല്ലാവരും പറയുന്ന ടിപ്സാണ്. എന്നാൽ ഓരോ സെന്റൻസും അണ്ടർലൈൻ ചെയ്ത് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളത് വിത്ത് എക്സാമ്പിൾ കാണിക്കുന്നുണ്ട് ഓരോ വീഡിയോസിലും. അപ്പോൾ ഇതൊക്കെയാണ് യൂട്യൂബ് ചാനലുകൾ. അപ്പോൾ ഈ പറയുന്ന പോലെ അത്ര വലിയ കഷ്ടപ്പാടൊന്നുമില്ല IELTS പാസ്സാവാൻ. ഒരു 50% ലക്കും 50% നമ്മുടെ സൈഡിൽ നിന്നുള്ള എഫേർട്ടുമാണ് IELTSനുള്ള പാസ്സാവാനുള്ള വഴി എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലായത്. ഈ ഒരു യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ട് അത്യാവശ്യം കുറച്ച് നമ്മൾ തന്നെ എഫേർട്ട് ഇട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും പാസ്സാവാൻ സാധിക്കും. അതിൽ വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ യൂട്യൂബ് ചാനലൊക്കെ എടുത്തു നോക്കപ്പോൾ ഇവിടെ കൊടുത്തേക്കണ സ്ക്രീൻഷോട്ടിൽ കാണാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഓരോ ചാനലിൻ്റെയും പേര് കൊടുത്തേക്കാം. അപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് പാസ്സാകാൻ പറ്റും. ഈസി ആയിട്ട് നമുക്ക് അബ്രോഡ് പോകാനും പറ്റും. അപ്പോൾ ഇന്നത്തേക്ക്